ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ എന്തുവാണ് സംഭവം എന്നുള്ള രീതിയിൽ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസ് കുറച്ച് കാര്യങ്ങളുണ്ടായോ വെളിയെ വിട്ടിട്ടുണ്ട്. അതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രഞ്ജിത്തിൻ്റെ സിനിമയിൽ ഒരു നായികയുണ്ട്. ഈ ക്യാരവാനിൽ ഡ്രസ്സ് മാറാനൊക്കെ കയറിയ സമയത്ത് ഇദ്ദേഹം കൂടെ കയറുകയും ശരീരത്തിൽ കയറി പിടിക്കാനൊക്കെ നോക്കുകയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് പേടിച്ച് വണ്ടി നിന്ന് ഇറങ്ങി ഓടുകയും അവിടെ ഉള്ളവരുടെ അടുത്തെല്ലാം കാര്യം പറയുകയും പിന്നെയാണ് ഇത് കേസായിട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് സഹായമായിട്ട് വേറെ ഏതോ നടിയുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. ഏതാണ് നടി എന്നുള്ള കാര്യം കറക്റ്റായിട്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായിരുന്നാലും ശരി, ഇത് കേട്ടപ്പോൾ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള പെട്ടെന്നൊരു ആശ്ചര്യമായിപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു സംഭവം നടന്നതെന്നുള്ളത്. പക്ഷേ പണ്ടൊക്കെ ഇതേ കണക്കത്തുള്ള ഒരുപാട് കേസുണ്ടെങ്കിൽ രഞ്ജിത്തിനെതിരെ വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ഒരു ബംഗാളി നടി ഇതേപോലെ ഉണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി എന്നാണ് ആ നടിയുടെ പേര്. ഇതേ കണക്ക് തനിക്കെതിരെ ഇതേ കണക്ക് സംഭവം ഉണ്ടായെന്നുള്ള രീതിയിൽ അന്ന് കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുണ്ടെങ്കിൽ അന്ന് എങ്ങും എത്തിയിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോഴും ഭയങ്കരമുള്ള രീതിയിൽ ഇതേ കണക്ക് സംസാരമല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പോലീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഇദ്ദേഹത്തിന് കുറച്ചധികം പിടിപാടുണ്ടെന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ശരി, ആ നടി ഉണ്ടെങ്കിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. എന്തായിരുന്നാലും കേസുമായിട്ട് മുന്നോട്ട് പോയി അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നുള്ള രീതിയിലാണ് എത്തിയിരിക്കുന്നത്.